ഒരു സൗമ്യമായിട്ടുള്ളൊരു സമൂഹത്തെ, മോഡറേറ്റായിട്ടുള്ളൊരു സമൂഹത്തെ കേരളത്തിൽ വളർത്തിയെടുത്ത കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുക. സാധാരണ പറയാറുണ്ട്, കേരളത്തിൻ്റെ സാമൂഹ്യ സമരസതയുടെ അടിസ്ഥാനം ക്രിസ്ത്യൻ സമൂഹമാണ്. കാരണം വളരെ ശാന്തമായിട്ട് സാംസ്കാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. കേരളത്തിൽ പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശാന്തത നിലനിൽക്കുവാൻ കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു നല്ല യുവതലമുറയെ വളർത്തിയെടുക്കുവാൻ ഒട്ടും തീവ്രമായിട്ടുള്ള ചിന്തകളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു സമൂഹത്തെ, യുവതലമുറയെ, ആ യുവതലമുറയെ കാണുമ്പോൾ എപ്പോഴും സന്തോഷം തോന്നും. അവരെല്ലാ ഇടങ്ങളിലുമുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുണ്ട്. ശാക്തീകരണത്തിൻ്റെ കാര്യം പറയുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യ കുറയുന്ന അവസരത്തിൽ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം. ഈ സമുദായം അല്ലെങ്കിൽ ഈ വിഭാഗം സമൂഹത്തിന് മുഴുവൻ ആവശ്യമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് പോലെയുള്ള ഇടപെടൽ ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അധികാരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ജനസംഖ്യ വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു വിഷയം നമ്മുടെ യുവതലമുറ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അനന്തരഫലം വീടുകളും ഭൂമിയും അന്യാധീനപ്പെടുന്നു എന്നുള്ളതാണ്. അത് സംരക്ഷിക്കാനുള്ള ചിന്ത ഈ നമ്മുടെ സഭയുടെ നേതൃത്വത്തിന് ഉണ്ടാകണം. അല്ലെങ്കിൽ അനഭിമതമായിട്ടുള്ള അധിനിവേശങ്ങളുണ്ടാകും. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ വിജനമാകാൻ പോകുന്ന നമ്മുടെ ഭൂമികൾ, കുടുംബങ്ങൾ, വീടുകൾ, അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി വേണം. അവരെ ഉപദേശിക്കണം. ഒന്നുകിൽ സഹോദരങ്ങൾക്ക് കൊടുക്കുക, ബന്ധുക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അല്ല എങ്കിൽ അത് ഏറ്റെടുക്കാനുള്ളൊരു സംവിധാന സഭ ഉണ്ടാക്കിയില്ല എങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവിടെയെല്ലാം അധിനിവേശങ്ങളുണ്ടാകും. ആ അധിനിവേശത്തിലൂടെ സഭയുടെ അടിത്തറ തകരും, പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നേരിട്ട് കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. നേരത്തെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഏക്കർ കണക്കിന് ഭൂമി ആരുമില്ലാതെ കിടക്കുന്നൊരവസ്ഥയിലേക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിലുണ്ടാകും. അതിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ചിന്തിക്കണം. അധിനിവേശങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വലിയ വലിയ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. വേറൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ കുടിയേറിയവരാണ്. എപ്പോഴാണ് കുടിയേറിയത്? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു പട്ടിണി കൂടിയപ്പോഴാണ്. ഒരു സമൂഹത്തിന് പട്ടിണി കൂടുമ്പോൾ, അവർ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്നത് അവർ റിബലുകളായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു പറിക്കാൻ തുടങ്ങും, അക്രമികളായിട്ട് മാറും. അതുപോലെ തന്നെ വലിയ വിപ്ലവം ഉണ്ടാക്കും, അല്ലെങ്കിൽ വലിയ സംഘർഷാവസ്ഥയുണ്ടാക്കും. അങ്ങനെയല്ല സാധാരണ കാണുന്നത്. ഇല്ലാത്തവനുള്ളവൻ്റെ പിടിച്ചു പറിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അതിനെപ്പറ്റി കുറ്റം പറയുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയമുണ്ടാക്കുക. പക്ഷേ ഒരു ജനവിഭാഗം അവരില്ലായ്മയിലേക്കാണ് പോയത്. അവിടെ ഒന്നുമില്ലായിരുന്നു. നിയമപരമായിട്ടുള്ള ഭൂമിയായിരുന്നു. നിയമപരമില്ലാത്ത ഭൂമിയിലേക്ക് അവർ പോയിട്ടില്ല. അന്നത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോയത്. അവിടെ പോയിട്ട് അവർ കനകം വിളയിച്ചു. ഈ സമൂഹത്തിന് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അവർ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ അന്നത്തെ ഭരണകൂടം ഒരു പ്രത്യേക കാരണം കൊണ്ട് അത് പ്രോത്സാഹിപ്പിച്ചു. ആ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട്
അവരാരും തന്നെ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടില്ല. പ്രകൃതിയുടെ നിയമമനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചത്. അത് വലിയൊരു സമൂഹമാണ്. കേരളത്തിന് പാൻ കേരള എന്ന് പറയുന്ന സ്വഭാവമുണ്ടാക്കി കൊടുത്തവർ ആ കുടിയേറ്റ കർഷകരാണ്. അപ്പോൾ ആ കുടിയേറ്റ കർഷകരുടെ അവകാശങ്ങൾ, അവരുടെ നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ കടമയാണ്. അവരാരും കുറ്റക്കാരല്ല. അവർ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടില്ല. അവർ പ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചിന്തയും ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി, നേതൃത്വത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. മറ്റൊന്ന്, ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെ ശ്രമഫലമായിട്ടുള്ളതായിരിക്കില്ല. നിയതമായിട്ടുള്ള ചാക്രികമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് കാർഷികോൽപ്പന്നങ്ങളുടെ വില കൂടും. അത് താൽക്കാലികമാണ്. അതുണ്ടാകുന്ന അവസരത്തിൽ അത് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും കർഷകരെ പ്രേരിപ്പിക്കേണ്ടത് നേതൃത്വമാണ്. ഞാൻ നമ്പ്യാകുളംകാരനാണ്. ആരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. കുറച്ച് പേര് പിതാവിനൊക്കെ അറിയാം. 2 പഞ്ചായത്തുകളുടെ ഇടയിൽ അതിർത്തിയിൽ, 2 താലൂക്കുകളുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ പ്രദേശം. 95% സീറോ മലബാറുകാരാണ് അവിടുത്തെ ആൾക്കാർ. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിൽ നിന്നാണ് എന്താണ് സീറോ മലബാറുകാരെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ നന്മയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഈ സീറോ മലബാർ സഭയുടെ ആ സ്വഭാവം ഞാൻ പറഞ്ഞത് എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ചുറ്റുവട്ടത്തിൽ നിന്ന് പഠിച്ചതാണ്. തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം എപ്പോഴും ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും, നാളെയും പറയും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് ഞാൻ എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. സഭയോടൊപ്പം എന്നും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം.